ഇപ്പോൾ നമ്മളുള്ളത് പ്രകാശിലാണ്. പ്രകാശിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമല്ലോ. ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? LDF-നൊപ്പം ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുകൂല സാഹചര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ഇടുക്കിയിൽ LDF വരും എന്നുള്ളതാണ്. LDF വരും എന്നുള്ളതാണ് എല്ലാവരുടെ അഭിപ്രായം. ചേട്ടൻ്റെ അഭിപ്രായം തന്നെ ചേട്ടാ? എൻ്റെ അഭിപ്രായം UDF വരുമെന്നാ. UDF വരുന്നു. അങ്ങനെ പറയാൻ കാരണം? ഞാൻ കോൺഗ്രസ് തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട്. ഓക്കെ, ചേട്ടൻ അവിടെ മുടി വെട്ടുന്നുണ്ട്. ചേട്ടാ, പണിത്തിരക്കിലായിരിക്കും. ഓക്കെ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? അപ്പോൾ ഇത്തവണ നമുക്ക് ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇടുക്കി ഇപ്പം വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടും. കൊണ്ടുപോയി ജയിക്കും. അതെ. അല്ലാതെ ഇപ്പം ചേട്ടൻ ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കും? ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുന്ന ആൾ ജയിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പിന്നെ ആളൊന്നുമില്ല. ജനങ്ങൾക്ക് നല്ല ചെയ്യണം, അല്ലാതെ ഇന്നോട് ജയിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല. ജനങ്ങൾക്കല്ലേ നമുക്ക് ഇവർ ജയിച്ച് ജനങ്ങൾക്കല്ലേ പറയാൻ വേണ്ടിയത്. അങ്ങനെയുള്ളവർ ജയിക്കുക, അതായത് നാടിനും ജനങ്ങൾക്കും നല്ലത്. ഇത്തവണ ഇടുക്കി ആര് ജയിക്കും? ഇടുക്കി ചേട്ടാ, ഞാൻ CPM-കാരനാണ്. അതുകൊണ്ട് ഞാൻ CPM-നെ പറയുള്ളൂ. എന്നാണ്ടോ ഇടുക്കി ആര് ജയിക്കും? ഇടുക്കി ആര് ജയിക്കും? ഇടുക്കി UDF ജയിക്കും. ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചായ ഇത്തവണ? എന്നോട് ചോദിച്ചാൽ ഞാൻ UDF കാണും. UDF കാരനാണ്. അപ്പോൾ ഡീൻ കുര്യാക്കോസ് ജയിക്കണം എന്നുള്ള. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിക്കും? ഈ കൈക്ക് തന്നെ പറ്റി? കൈ മുളവറിക്കാൻ ഇപ്പം വീണു. സ്നേഹമുള്ള മനുഷ്യരാണ്, അവരതാ ചിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കും. ഓക്കെ, ജോർജ് ജയിക്കണം എന്നുള്ളതാണല്ലേ? ഓക്കെ, ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെയുണ്ടോ? ഇതായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ല. നമ്മുടെ സർക്കാർ എങ്ങനെയാണ് അതിനുള്ള സപ്പോർട്ടൊക്കെ ചെയ്തു തരുന്നുണ്ടോ? ഇല്ല. സർക്കാർ ഇതിന് അനുകൂലമല്ല. അല്ല, ജനങ്ങൾക്ക് കാശ് കൊടുക്കുന്നില്ല. ഒരു പ്രശ്നമുണ്ട്. ഭയങ്കര പ്രശ്നമുണ്ട്. ചുമ്മാ ഇരിക്കുന്നവർ കാശ് മേടിച്ചോണ്ട് പോവുക. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? അതൊരു നാണയത്തിന് 2 വശമല്ലേ, രണ്ടുപേരും. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതെ, മനസ്സിലായി. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇത്തവണ ഇപ്പം ആര് ജയിച്ചു വരണമെന്നുള്ളതാണ് ആഗ്രഹം. നമ്മുടെ പാർട്ടി UDF-കാരാണ്. ഡീൻ കുര്യാക്കോസ് ജയിച്ചു വരണമെന്നാണ്. ഓക്കെ, ചേച്ചിക്ക് ആര് ജയിച്ചു വരണം എന്നുള്ളതാണ് ആഗ്രഹം? UDF ആണ്. ഓക്കെ, ഇത്തവണ വോട്ടൊക്കെ ചെയ്യണ്ടേ? ഇല്ലേ, ഇത്തവണ ആര് ജയിച്ചു വരണമെന്നുള്ള? കുര്യാക്കോസ്. ചേട്ടാ, ഇത്തവണ വോട്ടൊക്കെ ചെയ്യണ്ടേ? പിന്നെ വോട്ട് ചെയ്യണമല്ലോ. ഓക്കെ, ഇത്തവണ നമുക്ക് ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി LDF-നൊപ്പം ജോർജ് ജയിക്കും. ഓക്കെ, തീർച്ചയായും നമ്മൾ ഉറപ്പാണ് കട്ടപ്പനയ്ക്ക് പോകാൻ നിൽക്കുമായിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ടീമിനെ നമ്മൾ ജയിപ്പിച്ചിട്ട് വേറെ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ജോർജ് ഉറപ്പാണ്. ചേട്ടാ, വോട്ടൊക്കെ ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? ഇത്തവണ ഇടുക്കി ഇപ്പോൾ ആർക്കൊപ്പം ആയിരിക്കും? അങ്ങനെ ചേട്ടാ, അങ്ങനെ പറയാൻ കാരണം? കഴിഞ്ഞ വർഷം പുള്ളി നല്ല വോട്ടിന് ജയിച്ചല്ലേ, അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പുള്ളിക്ക് സാധ്യതയുള്ളൂ. ടീം തന്നെ ജയിക്കുന്നുള്ള. നമ്മൾ 5 ടൈലേഴ്സിലാണ്. ചേച്ചി, ഇത്തവണ വോട്ടൊക്കെ ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇടുക്കിയിൽ ഇത്തവണ ആര് ജയിക്കണമെന്ന് ആഗ്രഹം? അങ്ങനെ പറയാൻ പറ്റില്ല. ഓക്കെ, ഒരു വിശ്വാസം ഉണ്ടല്ലോ, ആള് ജയിക്കും. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ ചേട്ടാ, തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? ഓക്കെ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ഇടുക്കി ഒരു 80% ജോർജിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു കാലാവസ്ഥ. ഞാൻ ഈ അടുത്ത ആണ്ട് തൊടുപുഴയൊക്കെ പോയത്, മൂവാറ്റുപുഴ 1-2 കല്യാണത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ വ്യാഴാഴ്ച. അതിനകത്തും ആൾക്കാർ അവിടെയുള്ള ഒരു ടെൻഡ് എന്ന് പറഞ്ഞാൽ ജോർജിന് അനുകൂലമായിട്ടാണ്. അതല്ലേ, ശരി. ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ ഇടുക്കിയിലെ എത്തി നിൽക്കുന്നത് പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇടുക്കി മണ്ഡലത്തിലെ പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിക്കും പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ എത്തുന്നത് ഏതാണ്ട് ഒരു 5 മണിയോട് കൂടിയാണ്. ഈ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രായമായിട്ടുള്ളവരും പ്രായം കുറഞ്ഞവരും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. വളരെ സന്തോഷത്തോടു കൂടി സമാധാനപരമായിട്ട് പോകുന്നൊരു സ്ഥലമായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഓഫീസ് ഒരു സൈഡിൽ, അതേപോലെ തന്നെ UDF-ൻ്റെ ഓഫീസ് തൊട്ടിപ്പുറത്തായിട്ട്, അങ്ങനെ 2 തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളും നേർക്ക് നേരിയിരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് പ്രകാശിൽ നിന്നും കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ള പ്രായമായിട്ടുള്ളവരുടെ അടുത്തായാലും പ്രായം കുറഞ്ഞിട്ടുള്ള ആളുകളുടെ അടുത്താണെങ്കിലും നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ ഒരു റെസ്പോൺസ് വളരെ രസകരമായ രീതിയിൽ തന്നെയാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ടും ആശയപരമായിട്ടും എല്ലാം വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സ്ഥലമായിട്ടാണ് ഈ പ്രകാശിനെ നമുക്ക് കാണാനും കഴിയുന്നത്.